ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. കോവിഡ് ലോക്ക്ഡൌൺ കാലത്തെല്ലാം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയവർക്കൊന്നും തന്നെ ലാലേട്ടൻ്റെ ആ ഒരു ബോക്സ് ഓഫീസ് പവർ എന്താണ് എന്നറിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. എന്തായാലും ഇപ്പോഴത്തെ എമ്പുരാൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്ന പ്രീ സെയിൽ കളക്ഷനിലൂടെ ലാലേട്ടൻ്റെ ബോക്സ് ഓഫീസ് പവർ ഏതാണ്, ഏത് ലെവലാണ് എന്ന് ഇതിനോടൊപ്പം തന്നെ കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ജനിച്ച പലർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണല്ലോ നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടൻ്റെ എമ്പുരാനോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് ഒരേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ തമിഴിൽ നിന്നുള്ള ചിയാൻ വിക്രം നായകനെ എത്തുന്ന വീരാധീര സൂരൻ. ഇന്ന് സിനിമയുടെ കേരളത്തിലെ പ്രൊമോഷന്റെ ഭാഗമായിട്ടെല്ലാം തന്നെ വിക്രം കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും എമ്പുരാനോടൊപ്പം ക്ലാഷ് റിലീസിൽ ഉറച്ചു നിൽക്കുക എന്ന വിക്രം സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ തീരുമാനം തെറ്റിക്കുന്ന ലെവൽ പ്രീ സെയിൽ കളക്ഷനാണ് തമിഴ്നാട്ടിൽ നിന്നടക്കം വിക്രമിന്റെ സ്വന്തം സംസ്ഥാനത്ത് നിന്നടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. എമ്പുരാന്റെ തമിഴ്നാട് പ്രീ സെയിൽ കളക്ഷൻ 71 ലക്ഷം പിന്നിട്ടപ്പോൾ വിക്രമിന്റെ വീരാധീര സൂരൻ എന്ന സിനിമയുടെ തമിഴ്നാട് പ്രീ സെയിൽ കളക്ഷൻ 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളൂ എന്നൊരു റിപ്പോർട്ടാണ് നിർഭാഗ്യകരമായിട്ട് ഇപ്പോഴത്തെ വന്നിരിക്കുന്നത്. വിക്രം സിനിമയെ സംബന്ധിച്ചത് നിരാശാജനകമാണെങ്കിൽ പോലും നമ്മുടെ ലാലേട്ടനെ സംബന്ധിച്ചത് മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഇതിനോടൊപ്പം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ 1 കോടിയിലധികം ആദ്യ ദിവസം സിനിമ നേടിയെടുക്കുമെന്ന് നിലവിൽ ഉറപ്പിക്കുന്ന ലെവൽ ട്രെൻഡിംഗ് ആണ് എമ്പുരാന്റെ കാര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ലാലേട്ടന്റെ മറ്റൊരു നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ താരമായ ലാലേട്ടന് ഇനി മലയാളത്തിൽ വെല്ലുവിളിക്കാനായിട്ട് ബോക്സ് ഓഫീസിൽ ആരും തന്നെ ഇല്ലല്ലോ. ഇപ്പോഴത്തെ അന്യഭാഷാ നടന്മാരായിട്ട് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ നടന്മാരായിട്ടാണ് ലാലേട്ടനെ ഏറ്റവും ഒടുവിൽ നമ്മുടെ അന്യഭാഷാ ട്രാക്കേഴ്സ് എല്ലാം തന്നെ താരതമ്യം ചെയ്യുന്നത്. അന്യഭാഷയിൽ തമിഴ്നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ശിവകാർത്തികേയൻ, സൂര്യ, അജിത്ത്, ഒപ്പം തന്നെ ധനുഷ് തുടങ്ങിയ പല നടന്മാരുടെ തമിഴ്നാട്ടിലെ പ്രമുഖ നടന്മാരുടെ എല്ലാം തന്നെ ആദ്യ ദിവസത്തെ FT വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ എമ്പുരാൻ പ്രീ സെയിൽ കളക്ഷൻ കൊണ്ട് തന്നെ മറികടന്നിരിക്കുന്നു എന്നൊരു ആവേശകരമായ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ തമിഴ് നടന്മാർക്കും താരങ്ങൾക്കും മുകളിലുള്ള ഏറ്റവും വലിയ താരങ്ങൾ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ താരങ്ങൾ വിജയും രജനീകാന്തുമാണല്ലോ. ഇവരെ കൂടാതെ മൂന്നാമതായിട്ട് കമലഹാസന് കൂടി തമിഴ്നാട്ടിൽ ഏറ്റവും മികച്ച FT വേൾഡ് വൈഡ് കളക്ഷൻ വന്ന സിനിമകളുണ്ട്. ഈ പറഞ്ഞ 3 സൂപ്പർ താരങ്ങൾക്കും തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സിനിമകളിലൂടെ തന്നെ 50 കോടിയിലധികം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത നിരവധി സിനിമകളുണ്ട്. അതോടൊപ്പം തന്നെ 1-ലധികം സിനിമകളെല്ലാം തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ അതേ അന്യഭാഷ താരങ്ങളോടൊപ്പം ആദ്യ ദിവസം 50 കോടിയിലധികം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാനായിട്ടിറങ്ങുകയാണ് നമ്മുടെ മലയാളത്തിന്റെ അഭിമാന താരമായ ലാലേട്ടൻ. തികച്ചും അഭിമാനകരമായ നേട്ടമെന്ന് സംശയം പറയാം. ഒരു സമയത്ത് തമിഴിലെ സൂപ്പർ താരങ്ങളെ നോക്കി നമ്മുടെ താരങ്ങൾക്ക് ഈ ലെവലില്ലല്ലോ നോക്കി പറഞ്ഞവർക്ക് ഇനി ലാലേട്ടന്റെ പേര് ചൂണ്ടിക്കാണിക്കാനുള്ള അവസരമാണിത്.